അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ തച്ചങ്കരിക്കും സംസ്ഥാന സർക്കാരിനും തിരിച്ചടി. തച്ചങ്കരി വിചാരണ നേരിടണമെന്ന ഹൈക്കോടതി ഉത്തരവിട്ടു. തച്ചങ്കരിയുടെ ആവശ്യപ്രകാരം കേസിൽ തുടരന്വേഷണം നടത്താനുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ പ്രധാന നിരീക്ഷണം? സമ്പാദന കേസിൽ മുൻ DGP ടോമിൻ തച്ചങ്കരിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും തിരിച്ചടി നൽകിക്കൊണ്ടുള്ളതാണ് ഹൈക്കോടതിയുടെ വിധി. അതായത് ടോമിൻ തച്ചങ്കരിക്കെതിരെയായിട്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തച്ചങ്കരി വിചാരണ നേരിടണമെന്നാണ് ഹൈക്കോടതി വിധി പ്രസ്താവം നടത്തിയിട്ടുള്ളത്. നേരത്തെ തച്ചങ്കരിയുടെ അപേക്ഷയിന്മേൽ സംസ്ഥാന സർക്കാർ ഈ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവ് ഹൈക്കോടതി നിലവിൽ റദ്ദാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചില നിരീക്ഷണങ്ങൾ ഹൈക്കോടതി നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭരണകൂടം കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് ശരിയായ സമീപനമല്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. ഒപ്പം തന്നെ 6 മാസത്തിനുള്ളിൽ ഈ വിചാരണ തച്ചങ്കരിക്കെതിരായിട്ടുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസിലെ വിചാരണ പൂർത്തീകരിക്കണമെന്നാണ് ഒരു നിർദ്ദേശമായിട്ട് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ തച്ചങ്കരിക്കെതിരെ കുറ്റം ചുമത്തി വിചാരണ എത്രയും വേഗം ആരംഭിക്കാനായിട്ട് ഹൈക്കോടതി കീഴ്ക്കോടതിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു കുറ്റവാളിയെ സമീപിക്കുന്ന സമീപനം അല്ലെങ്കിൽ കുറ്റവാളിയെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിട്ടുള്ളത്. എന്തായാലും ഒരു ദുരുദ്ദേശപരമായിട്ട് നിയമം വ്യാഖ്യാനിച്ചുകൊണ്ടാണ് തുടരന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരവിട്ടതെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. 2012 ഈ കേസിൽ വിജിലൻസ് കുറ്റപത്രം സമർപ്പിച്ചത്. അതിനുശേഷം 9 വർഷം പിന്നിട്ടപ്പോഴാണ് തച്ചങ്കരി അപേക്ഷയുമായിട്ട് സംസ്ഥാന സർക്കാരിന് മുന്നിലെത്തുന്നത്. അതായത് ഈ കേസിൽ തുടരന്വേഷണം അനിവാര്യമാണെന്നായിരുന്നു അപേക്ഷയുടെ സാരാംശം. തുടർന്ന് സംസ്ഥാന സർക്കാർ തച്ചങ്കരിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തുടരന്വേഷണം നടത്തുകയായിരുന്നു. പക്ഷേ ഇത് നിയമാനുസൃതം ചെയ്യാൻ പാടില്ലാത്തതാണ്. വിചിത്രമായിട്ടുള്ള നടപടി. അതായത് കുറ്റാരോപിതൻ പ്രതിയായിട്ടുള്ള വ്യക്തി നൽകിയ അപേക്ഷയിന്മേൽ വീണ്ടും തുടരന്വേഷണം നടത്തുക എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്തതാണ്, വിചിത്രമായിട്ടുള്ള സംഭവമെന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയിരിക്കുന്നത്. 2003-2007 കാലഘട്ടത്തിൽ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് തച്ചങ്കരി 65 ലക്ഷത്തോളം രൂപ അനധികൃതമായിട്ട് സമ്പാദിച്ചു എന്നുള്ളതായിരുന്നു ആക്ഷേപം. ഇതിന്മേലായിരുന്നു വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് കുറ്റപത്രം 2012 സമർപ്പിക്കുകയും ചെയ്തത്. എന്തായാലും 2021 ഈ കേസിൽ തച്ചങ്കരി നൽകിയ അപേക്ഷയിന്മേൽ തുടരന്വേഷണം നടത്തണമെന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാണ് നിലവിൽ ഹൈക്കോടതി റദ്ദാക്കിയിട്ടുള്ളത്. ഈ തുടരന്വേഷണം നടത്തിയതിനു ശേഷം ശേഖരിച്ചിട്ടുള്ള തെളിവുകൾ അത് സ്വാഭാവികമായിട്ടും വിചാരണ കോടതിക്ക് പരിഗണിക്കാമെന്നുകൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ തച്ചങ്കരിയെ സംരക്ഷിക്കാനായിട്ടുള്ള നിലപാട് സ്വീകരിച്ചെങ്കിലും അത് ഹൈക്കോടതി തള്ളുകയായിരുന്നു. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.